ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചൗചൗ എങ്ങനെയാണ് കറി ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പം അതിനോട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കഞ്ഞിവെള്ളം, അതേപോലെ തന്നെ പരിപ്പ്, നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പാണ്, അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള തക്കാളി നമ്മൾ 2 എടുത്തിട്ടുള്ളത്. ചൗചൗ 1, അതേപോലെ തന്നെ പച്ചമുളക് വീട്ടിലുണ്ടായതാണ്, അതുകൊണ്ടാണ് വെള്ള കളറായിട്ട് കാണുന്നത്. അപ്പം അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവയും കൂടി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം 1 വിസിൽ അടിപ്പിക്കുക. ഒറ്റ വിസിലായാലും മതി. തക്കാളി വേവില്ല, ചൗചൗ ഒന്നും വേവുള്ള സാധനമല്ലല്ലോ, അതുകൊണ്ടാണ് ഒറ്റ വിസിൽ അടിപ്പിക്കാൻ പറയുന്നത്. ആ സമയം കൊണ്ട് നമ്മൾ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കുകയാണ്. തേങ്ങ നല്ല വെണ്ണം വറക്കാൻ പാടില്ല, ഒന്നും ചൂടായാൽ മതി. നമ്മൾ വെളിച്ചെണ്ണയിലോട്ട് ചെറിയ ഉള്ളി, കറിവേപ്പില, തേങ്ങ ഇവ നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇത് ചൂടായി വരുന്ന സമയം കൊണ്ട് നമ്മുടെ കുക്കറിലുള്ള നമ്മളെ കറി അവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മളിത് നരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് ചൂടായി വരുന്ന രീതിയിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തേങ്ങക്ക് വേറൊരു ടേസ്റ്റ് വരുന്നുണ്ട്. ഇനി നമ്മൾ കുക്കറിൽ നിന്ന് ചട്ടിയിലോട്ട് ഒഴിച്ച് വെക്കുകയാണ്. കുക്കറിൽ കറി വെച്ചാൽ വലിയ ടേസ്റ്റ് എനിക്ക് അനുഭവപ്പെടാറില്ല, പക്ഷെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് കുക്കറിൽ റെഡിയാക്കിയെടുത്തത്. ചട്ടി തന്നെയാണ് കൂടുതലും കറി വെക്കാൻ ശ്രദ്ധിക്കാറുള്ളത്. നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അത് ഈ കോക്കനട്ടിൻ്റെ മിക്സ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മളെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും ചൗചൗ ഈ രീതിയിൽ കറി വെക്കണമെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഇതൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് കാത്തിരിക്കുക. ഒരു 3 മിനിറ്റ് 5 മിനിറ്റിനുള്ളിലൊക്കെയും കറി തിളച്ച് വരും. അതൊക്കെ നമ്മുടെ തീയിനനുസരിച്ചാവും കറിയുടെ തിളക്കലുണ്ടാവുക. അപ്പോൾ ജസ്റ്റ് അതൊന്ന് മൂടി വെക്കുകയാണ്. ഇതിലെന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളത് നമ്മൾ ഈ സമയത്ത് നോക്കണം, എങ്കിലുള്ളൂ നമുക്ക് ഇതിലിട്ട് കൊടുക്കാൻ പറ്റുക. ആ സമയം കൊണ്ട് നമ്മൾ കറി വറവിടണം. അതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഉഴുന്ന് പരിപ്പുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഇതിലിട്ട് കൊടുക്കുക. കറിവേപ്പിലും കൂടിയിട്ടതിന് ശേഷം കറി ഒന്ന് വറവിട്ടെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാൻ ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും. നമ്മൾ വറവിടുന്ന വീഡിയോ കറക്റ്റായിട്ട് കണ്ട് കാണാൻ പറ്റിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇപ്പം നമ്മളിത് കറിയിലോട്ടൊന്ന് ജസ്റ്റ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ആവുമ്പോൾ നമ്മളെ കറിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ആ സമയത്ത് തന്നെ നമ്മൾ വറവിട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് നിലക്കിന് ശേഷം മൂടി വെക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.